ഗ്രാൻഡ് പാരൻസ് വരാണ്. അപ്പോൾ കുറച്ച് ദിവസമായി 2 weeks 3 days ഒക്കെ ആയി വാവനെ കണ്ടിട്ട്. അപ്പോൾ കാണാതെ വിഷമമായിട്ട് വാവനെ കാണാനായിട്ട് വരാണ്. ഇപ്പം ഞങ്ങൾ റെഡി ആയിട്ടിരിക്കുന്നത് ജസ്റ്റ് ഞങ്ങൾ ഒരു മെറ്റീരിയൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കളക്ട് ചെയ്യാൻ പോവാണ്. ഡെലിവറിക്ക് ശേഷം മെയിനായിട്ട് എൻ്റെ പഴയ ഡ്രസ്സസൊക്കെ ഫിറ്റ് ആവാതായി. അപ്പോൾ അതിന് പകരമായിട്ട് ഞാനിപ്പോൾ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യിപ്പിക്കും, മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്യിപ്പിക്കുകയാണ്. മെയിനായിട്ട് ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ളത് വേണം, എന്നാലാണ് അവരെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഡ്രസ്സ് വാങ്ങാൻ പോവല്ലേ വാവേ? നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്ത ഡ്രസ്സ് വാങ്ങാൻ പോവല്ലേ? നമുക്ക് പോവാം. സോ ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് വാവയുടെ ഗ്രാൻഡ് പാരൻസ് ഇവരെ കാണാൻ വരുമ്പോൾ ഉള്ള കുറച്ച് ക്ലിപ്പിങ്സ് ഒക്കെ ആയിരിക്കും മെയിനായിട്ട് ഈ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ശരി, നമുക്ക് ക്ലിപ്പിങ്സ് കാണാം അല്ലേ? ബേബീസ് ഗ്രോ അപ്പ് സോ ഫാസ്റ്റ് അല്ലേ? ഈ സ്റ്റേജിൽ അവർക്കെല്ലാം എക്സ്പ്ലോർ ചെയ്യണം, ഒബ്സർവ് ചെയ്യണം, പുതിയ കാര്യങ്ങൾ പഠിക്കണം എന്ന ക്യൂരിയോസിറ്റി അവർക്കുണ്ട്. ആസ് പാരൻസ് നമ്മളും അവർക്ക് മാക്സിമം എക്സ്പോഷർ കൊടുക്കാനും പുതിയ എക്സ്പീരിയൻസസ് കാണിക്കാനും എല്ലാം പഠിപ്പിക്കാനും ആഗ്രഹിക്കും. പക്ഷെ സത്യം പറഞ്ഞാൽ പാരൻറ്റിങ് ഈസ് നോട്ട് ഈസി. ഞാൻ വാവേനെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ബ്രസ്റ്റ് ഫീഡിങ് മോംസ് കറക്റ്റ് ടൈമിൽ ഫുഡ് കഴിച്ചില്ലെങ്കിൽ അവർ ഭയങ്കരമായിട്ട് ഡ്രെയിൻ ഔട്ട് ആവും. ചില ദിവസങ്ങളിൽ പ്രോപ്പർ ടൈമിങ്ങിൽ നമുക്ക് ഫുഡ് കഴിക്കാനും പറ്റത്തില്ല. അങ്ങനെ ബേബീനെ നോക്കി നോക്കി നമ്മൾ കംപ്ലീറ്റ്ലി ഡ്രെയിൻ ഔട്ട് ആകുമ്പോൾ അപ്പോഴാണ് നമുക്ക് ഗ്രാൻഡ് പാരൻസ് പോലുള്ളവർ ഒരു ബ്ലെസ്സിങ് ആയി വരുന്നത്. അവർക്കും ബേബീസിൻ്റെ കൂടെ കളിക്കാൻ ഇഷ്ടമാണ്, പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കാൻ ഇഷ്ടമാണ്. അവരുടെ സ്നേഹം വേറെ തന്നെയാണ്. ബേബിക്കും അതൊരു പുതിയ എക്സ്പീരിയൻസും ആവും. ഞാൻ ദൈവത്തിനോട് അതുകൊണ്ട് വളരെ താങ്ക്ഫുള്ളാണ് എൻ്റെ ബേബിക്ക് ഇത്രയും സ്നേഹിക്കുന്ന ഗ്രാൻഡ് പാരൻസിനെ കിട്ടിയതിന്. എൻ്റെ ഹസ്ബൻഡിൻ്റെ പാരൻസും എൻ്റെ പാരൻസും രണ്ടുപേരും ഞങ്ങൾക്ക് വളരെ സപ്പോർട്ടാണ്. ഞാൻ കംപ്ലീറ്റ്ലി എക്സോസ്റ്റഡ് ആയിരിക്കുന്ന സമയത്ത് ബേബീനെ അവരുടെ കയ്യിൽ കൊടുക്കാൻ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. കാരണം അവർ അവനെ അത്രയും സ്നേഹിക്കുന്നു. എല്ലാ അമ്മമാർക്കും ഇന്ന് ഈ സപ്പോർട്ട് കിട്ടണമെന്നില്ല. സോ ഹെൽപ്പില്ലാത്ത ഓരോ ദിവസവും ബേബീനെ നോക്കുന്ന മദേഴ്സിനെ ഞാൻ മനസ്സിൽ നിന്നും അപ്രിഷിയേറ്റ് ചെയ്യുന്നുണ്ട്. യു ആർ ഡൂയിങ് ആൻ അമേസിങ് ജോബ്. നിങ്ങളുടെ ഈ ഡെഡിക്കേഷന് ഒരു ബിഗ് സല്യൂട്ട്. അമ്മയായി മാറിയ ശേഷം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. ചിലപ്പോൾ 1 മണിക്കൂർ വിശ്രമം പോലും വലിയ ഒരു അനുഗ്രഹമാണ്. കുഞ്ഞിനെ കുറച്ചു നേരം സുരക്ഷിതമായ കൈകളിൽ ഏൽപ്പിച്ച് മനസ്സമാധാനത്തോടൊരു ഭക്ഷണം കഴിക്കാനോ ഒരു കപ്പ് ചായ കുടിക്കാനോ കഴിയുന്നത് പോലും വലിയൊരു കാര്യമാണ്. അപ്പൂപ്പൻ അമ്മൂമ്മയും കുഞ്ഞിനെ നോക്കുമ്പോൾ അവർ വെറുതെ സമയം ചെലവഴിക്കുകയല്ല, അവരുടെ ഓർമ്മകളും സ്നേഹവും ബന്ധങ്ങളും സൃഷ്ടിക്കുകയാണ് അവിടെ. അവരുടെ കഥകളും പാട്ടുകളും കളികളും കുഞ്ഞിനെ ബാല്യത്തെ കൂടുതൽ മനോഹരമാക്കുന്നു. ചിലപ്പോഴൊക്കെ എനിക്കൊരു ചെറിയ ഇടവേള വേണമെന്ന് തോന്നുമ്പോൾ എൻ്റെ കുഞ്ഞ് സ്നേഹത്തോടെ ചുറ്റിപ്പറ്റിയിരിക്കുന്നു എന്നറിയുമ്പോൾ അതൊരു വലിയൊരു ആശ്വാസം തന്നെയാണ്. എൻ്റെ കുഞ്ഞിനൊരു നല്ല അപ്പൂപ്പൻ അമ്മമ്മയും ലഭിച്ചതിനും എനിക്ക് നല്ല മാതാപിതാക്കൾ ലഭിച്ചതിനും ഞാൻ ദൈവത്തിനോട് നന്ദി പറയുന്നു. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരുടെയും പാരൻറ്റിങ് ജേർണി ഒരുപോലെയല്ല. ചില അമ്മമാർക്ക് ഒറ്റയ്ക്കെല്ലാം മാനേജ് ചെയ്യാൻ കഴിയാം. അവർക്കത് എളുപ്പമാണെന്നല്ല, പക്ഷെ അവർക്കുള്ള എനർജി ലെവൽ, സാഹചര്യം, സപ്പോർട്ട് സിസ്റ്റം എല്ലാം വ്യത്യസ്തമായിരിക്കും. അതുപോലെ ചില അമ്മമാർക്ക് ഇടയ്ക്കൊരു ബ്രേക്ക് ആവശ്യമായി വരും. അത് തികച്ചും നോർമലാണ്. കാരണം ഒരു കുഞ്ഞിനെ നോക്കുന്നത് ശാരീരികമായും മാനസികമായും വലിയൊരു ഉത്തരവാദിത്തമാണ്. നമ്മൾ ആരെയും കമ്പയർ ചെയ്യേണ്ടതില്ല. ഒരമ്മയ്ക്ക് എളുപ്പമായി തോന്നുന്ന കാര്യം മറ്റൊരമ്മയ്ക്ക് ബുദ്ധിമുട്ടായിരിക്കാം. അതിൽ ശരിയോ തെറ്റോ ഇല്ല.